നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ ബസ് ഉടമയുടെയും മക്കളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബസ് ഡ്രൈവർ സക്കീറിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇടുക്കി ICDCയിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ YWCA വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വുമൺ എംപവർമെന്റ് പ്രോഗ്രാമിൽ വനിതാ സംരംഭകരെ ആദരിച്ചു. മണക്കാട് മുല്ലയ്ക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മെയ് 12 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൊടുപുഴ മങ്ങാട്ടുവല വെങ്ങല്ലൂർ 4-വരിപ്പാതയിൽ സാമൂഹ്യ വിരുദ്ധർ വഴിയോര കച്ചവടക്കാരന്റെ പടുത മോഷ്ടിക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ ബസ് ഉടമയുടെയും മക്കളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബസ് ഡ്രൈവർ സക്കീറിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മാർത്തോമ്മയിലെ വസതിയിലും പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. എറണാകുളം ആദായനികുതി ഓഫീസിന്റെ നേതൃത്വത്തിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അടിമാലി വ്യാപാര ഭവനിൽ വെച്ച് ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തി. കൊച്ചി ഇൻകം ടാക്സ് കമ്മീഷണർ ഡോക്ടർ ശങ്കർ പ്രസാദ് കെ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കമ്മീഷണർ ഓം പ്രസാദ് യു മേനോൻ സ്വാഗതം ആശംസിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ ആർ ഭാരതി ഗണേഷ് നന്ദി പറഞ്ഞു.
കൊച്ചി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ നേതൃത്വത്തിൽ പുതുതായി വന്ന ഇൻകം ടാക്സ് നിയമ ഭേദഗതിയെക്കുറിച്ചും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച നിയമങ്ങളെക്കുറിച്ചുമുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാം അടിമാലി വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. കൊച്ചി ജോയിന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഓം പ്രസാദ് യു മേനോൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഡോക്ടർ ശങ്കർ പ്രസാദ് കെ IRS ഉദ്ഘാടനം നിർവഹിച്ചു. Strictly applied to those institutions who are claiming exemptions from not paying tax. So this will be the procedures which are described in the Act needs to be followed very thoroughly and strictly. See, you are required to maintain the books of accounts in the first place and get it audited from the qualified chartered accountant every year and file audit report and income tax return every year. തുടർന്ന് നടന്ന യോഗത്തിൽ 2 സെക്ഷനായിട്ടുള്ള ക്ലാസുകൾ നടന്നു. ആദ്യത്തെ ടെക്നിക്കൽ സെക്ഷന് കൊച്ചി ITOE രോഹിത് കുമാർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം നടന്ന രണ്ടാമത് ടെക്നിക്കൽ സെക്ഷന് CA ഷൈജോ ജോസഫ് FCA നേതൃത്വം നൽകി. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഭാരതി ഗണേഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. നിരവധി പേർ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിന് ശേഷം ഇടുക്കി ICDCയിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 6 പഞ്ചായത്തുകളിലെ അംഗൻവാടികളിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്തിരുന്ന ഗ്രേസി സ്റ്റീഫൻ, ലളിത KK, വിനോദിനി VK, ത്രേസ്യാമ്മ MC, ജാൻസി TP, സിസിലി PV, ഇന്ദിര NG, റോസക്കുട്ടി PJ, പദ്മിനി AK, ലീലാമ്മ MG എന്നീ 10 ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മരണത്തിലേക്ക് പോകുന്ന സമയം വരെയുള്ള എല്ലാ തലങ്ങളെയും അറിയുകയും അവരുടെ വിവരങ്ങളെ കൃത്യമായി ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അംഗനവാടിയാണ് എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷന്റെ സമയത്ത് BLO ഡ്യൂട്ടി ഉൾപ്പെടെ ഒരുപാട് ഭാരപ്പെട്ട ജോലികളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ പഞ്ചായത്ത് തലങ്ങളിൽ വരുന്ന വിവിധ സർവേകൾ, വകുപ്പ് തലങ്ങളിൽ വരുന്ന സർവേകൾ, അതിന് കൊടുക്കുന്ന റിസൾട്ടുകളെല്ലാം ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നവരാണ് അംഗനവാടി വർക്കർമാർ അല്ലെങ്കിൽ ആയമാരെന്ന് പറയുന്നത്. ഒരു സെന്ററിൽ 2 ജീവനക്കാരും വിവിധ പ്രായങ്ങളിലുള്ള കുട്ടികളും അവർ കൈകാര്യം ചെയ്തു വരുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല എന്ന് നമുക്കറിയാം. കാരണം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ കൃത്യമായി ഒരു പോരായ്മയും കൂടാതെ ശരിയായ രീതിയിൽ കൊടുക്കുകയും അവർക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്യുന്ന ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അംഗനവാടി എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് അധ്യക്ഷനായി. ഇടുക്കി ICDS പ്രോജക്ട് ഓഫീസർ മിനി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വിരമിക്കുന്ന ജീവനക്കാരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ മോഹൻ, റിൻഡുമോൾ വർഗീസ്, പ്രൊജക്ട് ലീഡർ ഡോളി എൻകെ, ICDS സൂപ്പർവൈസർമാരായ ലാലി മാത്യു, ഇന്ദുലേഖ TR, ലിജ, നിഷാമോൾ VV, ആര്യ രമേശ്, ഉമൈബത്ത്, കുമാരി VV, ഗ്രൂപ്പ് ലീഡർമാരായ സാലി ജോർജ്, സിനി തോമസ്, ഷിജി, റെജീന, ലൂസി, ജോളി, ഗീത, സരസമ്മ എന്നിവരും മറ്റ് അംഗൻവാടി ജീവനക്കാരും പങ്കെടുത്തു. തുടർന്ന് വിരമിക്കുന്ന ജീവനക്കാർ അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. 9 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അന്ന് വഴിയില്ല, വണ്ടിയില്ല, വെള്ളമില്ല. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ നടന്ന് ഏതാണ്ട് 6 മണിയോ സമയമാകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി 7-7:15 ഞാൻ പെരിയാറുകണ്ട എന്ന കരയിലെത്തി. അവിടെ നിന്നും വീണ്ടും കുറേ ദൂരം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും അതിൻ്റെ ദൂരം കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. ഇവിടുന്ന് എന്താണ് പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ. ആളുകൾക്ക് സേവനം എന്നുള്ള ഒരു ഉറപ്പൊന്നും സർക്കാരിന്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഒരാവശ്യമുണ്ടോ എന്നെങ്കിലും അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പഴയ സാധനങ്ങളെല്ലാം പിടിച്ച് മേശപ്പുറത്തൊന്നും അടുക്കി വെച്ചിട്ട് പഴയ കാരണവന്മാരെ വിളിച്ചിരുന്നെ കൊണ്ട് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചു. എല്ലാ സാധനങ്ങളും നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ YWCA വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വുമൺ എംപവർമെന്റ് പ്രോഗ്രാമിൽ വനിതാ സംരംഭകരെ ആദരിച്ചു. വിവിധ മേഖലകളിൽ 20 വർഷത്തിനു മേൽ പ്രവൃത്തി പരിചയമുള്ള 5 വനിതകളെയും സംരംഭകരായിട്ടുള്ള 15 പേരെയുമാണ് ആദരിച്ചത്. CEO ആൻഡ് ഫൗണ്ടർ ഓഫ് ലൈഫ് ദ മൈൻഡ് സ്റ്റുഡിയോ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് സൈക്കോളജിസ്റ്റ് നിജ ബെന്നി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പൊതുയോഗത്തിന് ശേഷം 5 വനിതാ സംരംഭകരുമായി അഭിമുഖവും നടത്തി. തൊടുപുഴ YWCAയുടെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വുമൺ എംപവർമെന്റ് പ്രോഗ്രാമിൽ വനിതാ സംരംഭകരെ ആദരിച്ചു. വിവിധ മേഖലകളിൽ 20 വർഷത്തിന് മേൽ പ്രവൃത്തി പരിചയമുള്ള 5 വനിതകളെയും സംരംഭകരായിട്ടുള്ള മറ്റ് 15 പേരെയുമാണ് ആദരിച്ചത്. YWCA ഹാളിൽ ചേർന്ന ചടങ്ങിൽ CEOയും ഫൗണ്ടർ ഓഫ് ലൈഫ് ദി മൈൻഡ് സ്റ്റുഡിയോ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചും സൈക്കോളജിസ്റ്റുമായ നിജ ബെന്നി മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമ്മുടെ ഒരു ട്രൂ ഇന്നർ സെൽഫിനെ കണ്ടെത്താനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 10th കഴിഞ്ഞാൽ +1 +2 ഏത് എടുക്കുന്ന ഗ്രൂപ്പ്, അത് കഴിഞ്ഞാൽ കോളേജ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇപ്പം മാരേജ് ആയി, പിന്നെ കുട്ടികളായി, അങ്ങനെ കടന്നു പോവാണ്. ഈ കുറെ ഡിഗ്രീസ് നമ്മൾ എടുത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ജീവിക്കാനായിട്ടുള്ള സ്കില്ലുകൾ പലതും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അതിലകത്ത് ഏറ്റവും വലിയ കാര്യം മൂന്നായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം തന്നെ സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ഒരു കഴിവാണ്. ഈ സന്തോഷം എന്ന് പറയുന്നത് ആരും നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുറെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. നമ്മൾ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മളുടെ ട്രൂ പാഷൻ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. പലപ്പോഴും നമ്മളിപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ചിലപ്പോൾ ഫാമിലിപരമായിട്ട് ബിസിനസ് ഉള്ളവരാകും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് തങ്ങളുടെ പാഷൻ തിരിച്ചറിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് തന്നെ കടന്നു വരുന്നവരുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ടാവണം. പ്രസിഡന്റ് സിനി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇരുവരും ചേർന്ന് പൊന്നാടി അണിയിച്ചും മൊമന്റോ കൈമാറിയും വനിതാ സംരംഭകരെ ആദരിച്ചു. സ്ത്രീകൾക്ക് തൊഴിലും സമ്പാദ്യവും വേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യോഗത്തിൽ എല്ലാവരും സംസാരിച്ചു. പ്രോജക്ട് കോർഡിനേറ്റർ മേഴ്സി ആന്റണി ആശംസ നേർന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ സ്മിത ഡെമിസ് സ്വാഗതവും ട്രഷറർ ജെസി സേവ്യർ നന്ദിയും പറഞ്ഞു. പൊതുയോഗത്തിന് ശേഷം 5 വനിതാ സംരംഭകരുമായി നീനു രൂപേഷ്, രശ്മി സന്തോഷ് എന്നിവർ അഭിമുഖവും നടത്തി.
ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പൂന്തെന്നൽ ഞാനും ആനന്ദത്താൽ തീർക്കുന്നു സൽക്കാവ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജനദ്രോഹ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ജനങ്ങളെയെല്ലാം ചേർത്ത് നിർത്തി പ്രതിരോധിക്കുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് പറഞ്ഞു. മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി തോട്ടിൻകര മുതൽ ചള്ളാവയൽ വരെ റോഡ് വെട്ടിപ്പൊളിച്ചത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടിൻകരയിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ കള്ളിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജനദ്രോഹ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുമുണ്ടായാൽ ജനങ്ങളെയെല്ലാം ചേർത്ത് നിർത്തി പ്രതിരോധിക്കുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് പറഞ്ഞു. മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി തോട്ടിൻകര മുതൽ ചള്ളാവയൽ വരെ റോഡ് വെട്ടിപ്പൊളിച്ചത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടിൻകരയിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പൈപ്പ് ലൈനിന്റെ പണി തുടങ്ങിയപ്പോൾ മുതൽ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്, ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിരുന്നത് അന്നുണ്ടാക്കിയ എഗ്രിമെന്റുകൾ വ്യത്യാസമില്ലാതെ നടപ്പാക്കണമെന്നാണ്. അന്ന് പഞ്ചായത്തുമായിട്ടും MLAയുമായിട്ടും മറ്റ് ബഹുജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് ഇത് പൈപ്പ് ഇടുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ റോഡ് ടാർ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ തീരുമാനത്തിൽ നിന്ന് ഇന്ന് വ്യതിചലിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ മാത്രമല്ല, ഇപ്പം മുട്ടത്തിൽ നിന്ന് കാഞ്ഞാർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു വശം മുഴുവനും വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ഗ്രാമീണ റോഡുകൾ പല സ്ഥലത്തും കുത്തുങ്കങ്ങളായിട്ടുള്ള വലിയ ഇറക്കമുള്ള വലിയ കയറ്റമുള്ള ഈ പറയുന്ന മലയോര മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്തും ഇതുപോലെ പൈപ്പിട്ട് കൊണ്ടുപോകുന്നു. ഈ പൈപ്പിടുന്ന സ്ഥലത്ത് വേറെ ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കുകളും നടക്കുന്നില്ല. അത് കൃത്യമായിട്ട് മണ്ണിട്ട് മൂടുകയോ കൃത്യമായി ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ വെള്ളമിറങ്ങി അവിടെ ഉരുൾപൊട്ടൽ പോലെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏത് നാട്ടിലാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വരുന്നത് സ്വാഗതാർഹമാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും വിഹിതം കിട്ടുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ഉൾപ്പെടുത്താത്തതുകൊണ്ട് കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറിക്കിട്ടുന്നില്ല. അതുകൊണ്ട് കോൺട്രാക്ടർമാർ ചെയ്ത പണി നിർത്തിവെക്കേണ്ടതായ സാഹചര്യമുണ്ടാകുന്നു. ഇവിടെ ജനങ്ങൾക്കുള്ള ആശങ്കയെന്ന് പറഞ്ഞാൽ ഈ പണി സമീപകാലത്തൊന്നും തീരാൻ പോകുന്നില്ല. കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറിക്കൊടുത്തെങ്കിൽ മാത്രമേ ബാക്കി പണി അവർ ചെയ്യുകയുള്ളൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടാകുന്നത്. പൈപ്പ് ഇടുന്നതിന് മുൻപ് MLAയും പഞ്ചായത്തും ജനങ്ങളുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റ് പാലിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടാർ ചെയ്ത് കൊടുക്കാമെന്നാണ് എഗ്രിമെന്റ്. ഇത് പാലിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ കള്ളിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KA പരീത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്ലോറി പൗലോസ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ദേവസ്യ, ബേബി ചൂരപ്പൊയ്കൽ, TH ഈസ, പൗലോസ് പൂച്ചക്കുഴി, സണ്ണി ആരനോലിക്കൽ, ബേബി കുളത്തിനാൽ, ഡേവിഡ് വണ്ടൻബ്രായിൽ, മത്തച്ചൻ വളവനാട്ട്, മാത്യു തീക്കുഴിവേലിൽ, രഞ്ജിത്ത് മനപ്പുറത്ത്, ജോബി തീക്കുഴിവേലിൽ, ബിൻസ് വട്ടപ്പലം, അഡ്വക്കേറ്റ് ജെറിൻ കാരിശ്ശേരിൽ, സന്തു കാടൻകാവിൽ, ബിബിൻ പാമ്പയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുട്ടം. മണക്കാട് മുല്ലയ്ക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മെയ് 12 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മുല്ലയ്ക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യജ്ഞത്തിനുള്ള ഹോമകുണ്ഡ നിർമ്മാണം ഉൾപ്പെടെയുള്ള ക്രമീകരണ ജോലികളുടെ ഉദ്ഘാടനം നടയപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണക്കാട് മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 1008 നാളികേരവും മറ്റ് അനുബന്ധ ഹോമദ്രവ്യങ്ങളും കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മെയ് 12 നടക്കും. ഇതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വൈദിക ശ്രേഷ്ഠന്മാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും.
മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യജ്ഞത്തിനുള്ള ഹോമകുണ്ഡ നിർമ്മാണം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുടെ ഉദ്ഘാടനം നടയപ്പള്ളിൽ പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. VRR പങ്കജാക്ഷൻ നായർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി പ്രശാന്ത് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സേവാ സമിതി ഭാരവാഹികളായ S. പത്മകുമാർ, അനു രാധാകൃഷ്ണൻ, ഓമന അന്നപൂർണ, അതുല്യ ബാബു, ഹരി എടവള്ളിൽ, ഗോപാലകൃഷ്ണൻ പൊങ്ങുംപുറം, SNDP ശാഖാ പ്രസിഡന്റുമാരായ പീതാംബരൻ തൊടുപുഴ, വിശുംഭരൻ കാഞ്ഞിരമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാര്യസിദ്ധി വിനായക സന്നിധിയിൽ 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന മെയ് 12-ാം തീയതി രാവിലെ 5 മണി മുതൽ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് മള്ളിയൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നിരവധി വൈദിക ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്ന ഒരു മഹായജ്ഞമാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. 1008 നാളികേരത്തിനോടൊപ്പം തന്നെ അതിന് ആനുപാതികമായ അഷ്ടദ്രവ്യങ്ങൾ കൂടി ചേർത്ത് നടത്തുന്ന ഈ മഹാഗണപതി ഹോമത്തിൽ 10 ജനങ്ങൾക്ക് അവരവരുടെ പേരിലും നാളിലും അഷ്ടദ്രവ്യം ഹോമാഗ്നിയിൽ സമർപ്പിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര സേവാസമിതി നടത്തുന്ന ഈ മഹായജ്ഞത്തിന് എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുത്ത് നടത്തുവാൻ ക്ഷേത്ര സേവാസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മെയ് 12-ാം തീയതി ഇവിടെ നടത്തുന്നത്. 12-ന് രാവിലെ 5 മുതൽ 12 വരെ നടക്കുന്ന യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മണക്കാട്. തൊടുപുഴ മങ്ങാട്ടുകൊല്ല വെങ്ങല്ലൂർ 4 പാതയിൽ സാമൂഹ്യ വിരുദ്ധർ വഴിയോര കച്ചവടക്കാരന്റെ പടുത മോഷ്ടിക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഉത്രം റീജൻസിക്ക് സമീപം ബെച്ചിക്കട നടത്തുന്ന ഷാജിയുടെ കടയിലെ പടുതയാണ് സാമൂഹ്യ വിരുദ്ധർ വെള്ളിയാഴ്ച മോഷ്ടിച്ചത്. സംഭവത്തിൽ ഷാജി തൊടുപുഴ പോലീസിന് പരാതി നൽകി. തൊടുപുഴ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ 4 പാതയിൽ സാമൂഹ്യ വിരുദ്ധർ വഴിയോര കച്ചവടക്കാരന്റെ പടുത മോഷ്ടിക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഉത്രം റീജൻസിക്ക് സമീപം ബജിക്കട നടത്തുന്ന ഷാജിയുടെ കടയിലെ പടുതയാണ് സാമൂഹ്യ വിരുദ്ധർ വെള്ളിയാഴ്ച മോഷ്ടിച്ചത്. സംഭവത്തിൽ ഷാജി തൊടുപുഴ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ 6 മാസത്തിനിടെ 2ാം തവണയാണ് ഇത്തരത്തിൽ മോഷണം നടക്കുന്നതെന്നും സ്ഥലത്തെ ലഹരി മാഫിയ ആവാം ഇതിന് പിന്നിലെന്നും ഷാജി പറഞ്ഞു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ഇവിടെ ആദ്യം പടുത വന്ന് ബ്ലേഡിന് കീറിക്കളയുകയും 2 പടുത നശിപ്പിക്കുകയും ഇപ്പം പുതിയ പടുത മേടിച്ച് കെട്ടി ഏതാണ്ട് ഒരു 20 ദിവസം 22 ദിവസമായിട്ടുള്ളൂ. ഇന്നലെ രാത്രി അത് അഴിച്ചുകൊണ്ട് പോവുകയും തൊടുപുഴ നഗരത്തിലെ സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ 1 മാസം മുമ്പ് ഒരു ചേച്ചിയുടെ കടയിൽ ഇങ്ങനെ മോഷണം നടത്തുകയും ഇതിപ്പോൾ പല പ്രാവശ്യമായി. അതുകൊണ്ട് ഇത് നിയമ നടപടിയിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഇടപാട് കാരണം നമുക്കൊരു വൻ നഷ്ടം വന്നേക്കുന്നത്. ഒരു പടുത മൊത്തം കീറിക്കളഞ്ഞ് ഒരു പടുത മൊത്തം അഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ബ്ലേഡ് കൊണ്ടൊക്കെ മുറിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ ഞാൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്നു. അതുപോലെ ഇവിടെ കെട്ടിയിട്ട് ഈ കയർ മുറിക്കുകയൊക്കെ ചെയ്തു മുറിച്ചാണ് കൊണ്ടുപോയേക്കുന്നത്. എന്താണ് ഇത് പടുത ഈ സാമൂഹ്യ വിരുദ്ധർ ഒന്നെങ്കിൽ കഞ്ചാവ് മാഫിയ ഇല്ല കള്ളു മാഫിയ അങ്ങനെ ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധരായിരിക്കും ഇതിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജിയുടെ പരാതിന്മേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉദ്യോഗസ്ഥർ തന്നെ തകർക്കുന്നതായി നാട്ടുകാർ. ചുമതലയുള്ള ഡോക്ടർ ഉൾപ്പെടെ പ്രധാന ജീവനക്കാർ പല ദിവസങ്ങളിലും എത്തുന്നില്ലെന്നും താൽക്കാലിക ജീവനക്കാരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് 6 മണിവരെ പ്രവർത്തിക്കേണ്ട കുടുംബാരോഗ്യ കേന്ദ്രം പലപ്പോഴും ഉച്ചയോടെ പൂട്ടിപ്പോകുന്നതുമാണ് നാട്ടുകാരുടെ ആരോപണം. ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദ പ്രവർത്തനങ്ങളും ധിക്കാര നടപടികളും മൂലം വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായിട്ടാണ് നാട്ടുകാരുടെ പരാതി. പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാർ അധിവസിക്കുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ പിന്നോക്ക മേഖലകളിൽ നിന്നും ചികിത്സ തേടിത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നടപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും കാലങ്ങളായി തുടരുന്നതെന്ന് DKTF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിൽ ആനക്കനാട്ട് ആരോപിച്ചു. ഡോക്ടർമാർ പലരും ഇവിടെ എത്താറില്ല. ഇവിടുത്തെ
മെഡിക്കൽ ഓഫീസർ ഈ സ്ഥാപനത്തിൽ കയറി വന്നിട്ട് മാസങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുക. ഇതിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പലതവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നതിന് അവർ തയ്യാറാകുന്നില്ല. അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ 30-ലധികം സ്റ്റാഫുകളുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഒരു പിയൂണും താൽക്കാലിക ജീവനക്കാരും മാത്രമാണ് പല ദിവസങ്ങളിലും ഇവിടെ കടന്നു വരുന്നത്. ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയും തുറക്കുകയും ചെയ്യുന്നത് പിയൂണാണ്. ഈ സ്ഥാപനത്തിൻ്റെ താക്കോൽ കയ്യിൽ വെക്കേണ്ട മേലുദ്യോഗസ്ഥന്മാരാരും ഇവിടെ കടന്നു വരാറില്ല. പല ദിവസങ്ങളിലും രാത്രികാലങ്ങളിൽ ഈ സ്ഥാപനം തുറന്ന് ഇട്ടിട്ടുള്ളതായി കാണുകയും കഴിഞ്ഞ ദിവസം നാട്ടുകാർ ചേർന്ന് ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പിടിച്ചു വയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി. അന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ഞാൻ ഇത് വിളിച്ചറിയിച്ചപ്പോൾ പരാതി രേഖാമൂലം തരുവാൻ ആവശ്യപ്പെടുകയും പരാതി നൽകുകയും ചെയ്തിട്ട് യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം കരിമ്പൻ ഭാഗത്ത് സ്വകാര്യ സ്ഥാപനം നടത്തി വരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയ ശേഷം 6 മണി വരെ പ്രവർത്തിക്കേണ്ടതാണെങ്കിലും പല ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 12 മണി വരെയും 3 മണി വരെയുമൊക്കെയുമാണ് സ്ഥാപനം തുറക്കുന്നത് എന്ന ആരോപണത്തിന് അടിസ്ഥാനമായി 3 മണിക്ക് പ്രധാന കവാടം പൂട്ടിപ്പോകുന്ന ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ക്രമക്കേടുകളെപ്പറ്റി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്നും അനിൽ ആനിക്കനാട് പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇവിടെ രോഗികളെ പരിശോധിക്കാറുള്ളത്. ജീവനക്കാരിൽ പലരും മാസാമാസം ഒപ്പിട്ട് ശമ്പളം വാങ്ങാൻ മാത്രമാണ് ഇവിടെ എത്തുന്നതെന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DKTFന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അനിൽ ആനക്കനാട് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിസോർട്ട് അടച്ചിടാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത കോടതി നടപടിയിൽ വെള്ളത്തൂവൽ പഞ്ചായത്ത് അപ്പീൽ നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയാണ് സ്റ്റേക്കെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ആനച്ചാൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന 2 സ്വകാര്യ റിസോർട്ടുകളായിരുന്നു അടച്ചിടാൻ നൽകിയ ഉത്തരവിനെതിരെ കഴിഞ്ഞ ദിവസം സ്റ്റേ സമ്പാദിച്ചത്. ആനച്ചാൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടുകളിൽ നിന്നുള്ള മാലിന്യം ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും നടത്തിയ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു 2 റിസോർട്ടുകൾക്ക് വെള്ളത്തൂവൽ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. റിസോർട്ടുകളിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പിന്റെ NOC വാങ്ങിയതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ചാൽ മതിയെന്നാണ് പഞ്ചായത്ത് നിർദ്ദേശിച്ചത്. ദേവികുളം സബ് കളക്ടറായിരുന്നു പഞ്ചായത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. എന്നാൽ റിസോർട്ട് ഉടമകൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോയ്ക്കെതിരെ വിധി നേടി. ചില വ്യവസ്ഥകൾ പ്രകാരം ജൂൺ 3-ാം തീയതി വരെയാണ് സ്റ്റേ ലഭിച്ചിരിക്കുന്നത്. ഈ സ്റ്റേക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് വെള്ളത്തൂവൽ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കാനൊരുങ്ങി അടിമാലി ഗ്രാമപഞ്ചായത്ത്. ഇനിയും മതിയാംവിധം മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്ത സ്ഥാപനങ്ങൾ ഏറ്റവും വേഗത്തിൽ അതിനായി വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അടിമാലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചെന്നു ചേരുന്ന ദേവിയാർ പുഴയിലേക്കാണ്. ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത്. അസഹനീയമായ ദുർഗന്ധവും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി ഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. ഇനിയും മതിയാം വിധം മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്ത സ്ഥാപനങ്ങൾ ഏറ്റവും വേഗത്തിൽ അതിനായി വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് കടക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില ഹോട്ടലുകളിൽ നിന്നും ദേവിയാർ പുഴയുടെ കൈവഴികളിലേക്കും ദേവിയാർ പുഴയിലേക്കും മലിനജലം ഒഴുക്കിവിടുന്നതായി ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആയത് പരിശോധിക്കുന്നതിന് ഹെൽത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും സംയുക്ത ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആയത് അടിയന്തരമായി മാറ്റുകയും അവർക്ക് അവരുടെ
വേസ്റ്റും മറ്റ് മലിനജലവും സംസ്കരിക്കുന്നതിന് ആവശ്യമായ പ്ലാന്റുകൾ സ്വന്തമായി സജ്ജീകരിക്കുന്ന ഇത് നിരവധി തവണ അതിനുള്ള സമയപരിധിയും അവസരങ്ങളും നൽകിയിട്ട് ഇനിയും അത് ചെയ്യാത്ത ഏതെങ്കിലും സ്ഥാപനമുണ്ടെങ്കിൽ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇനി നടത്തുന്ന പരിശോധനയിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കർശനമായ നടപടികൾ, ഭീമമായ പിഴ, സർക്കാർ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പിഴ ഈടാക്കുകയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന വിവരം കൂടി. മാലിന്യം കണ്ടെത്തുന്നതിനായി പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സംയുക്ത ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. മുൻപ് പഞ്ചായത്തിൻ്റെ പരിശോധന ശക്തമായതോടെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്ന വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത്. ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുമുണ്ട്. എസ് സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 3 വാഹന അപകടങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചത്. ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് അടിമാലിയിലെത്തുമ്പോൾ മൂന്നാർ, മാങ്കുളം മേഖലകളിലേക്ക് പോകുവാനുള്ള മാർഗമായി ഗൂഗിൾ മാപ്പിൽ അപകട സാധ്യതയുള്ള ഈ റോഡ് തെളിയുന്നത് പ്രതിസന്ധിയാവുന്നുണ്ട്. റോഡിന്റെ അപകട സാധ്യത സൂചിപ്പിച്ച് ടൗൺ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ അട്ടിക്കളത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരിയർ 2018 പ്രളയത്തിലാണ് തകർന്നു വീണത്. 6 വർഷം കഴിയുമ്പോഴും നാളിതുവരെയായി ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിക്കുന്നതിന് ദേശീയപാത വിഭാഗം യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. തലനാരിഴ വ്യത്യാസത്തിലാണ് പല അപകടങ്ങളും ഇവിടെ ഒഴിവായിട്ടുള്ളത്. പ്രളയക്കെടുതിയിൽ നശിച്ചുപോയ സംരക്ഷണ വേലി നന്നാക്കാൻ നടപടിയില്ല. ഇതുമൂലം യാത്രക്കാരും വാഹനങ്ങളും ബുദ്ധിമുട്ടുകയാണ്. വളരെ വീതി കുറഞ്ഞതും വളവും തിരിവുമുള്ള റോഡാണ് അടിമാലി കുമളി ദേശീയപാത. ഈ പാതയിൽ ഇത്രയും നൂറുകണക്കിന് സന്ദർശകരുടെ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്ന ഈ റോഡിൽ അപകടക്കണിയായി സംരക്ഷണ വേലി വീണ് കിടക്കുകയാണ്. തീർച്ചയായിട്ടും അധികൃതരുടെ അനാസ്ഥയാണ് ഇത് മാറ്റാത്തത്. അടിയന്തരമായി ഈ പ്രദേശത്ത് അപകടാവസ്ഥയിൽ കിടക്കുന്ന സംരക്ഷണ വേലി പുനർനിർമ്മിക്കണമെന്ന് ആണ് നാട്ടുകാരുടെ ആവശ്യം. പെരിയാർ വാലി ഉൾപ്പെടുന്ന താഴ്വാരങ്ങളിലേക്ക് ചെങ്കുത്തായ വലിയ കൊക്കകളാണ് ഈ റോഡിന്റെ ഒരു ഭാഗം ചേർന്നുള്ളത്. ഇത്തരം വലിയ കൊക്കകളുള്ള ഭാഗങ്ങളിലാണ് ക്രാഷ് ബാരിയറുകൾ തകർന്നു കിടക്കുന്നത്. തകർന്നു കിടക്കുന്ന ഭാഗം നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് മുറുക്കി സുരക്ഷിതമാക്കുക എന്ന നിസാര ജോലി പോലും നിർവഹിക്കുവാൻ ദേശീയപാത അധികൃതർക്ക് സാധിക്കുന്നില്ല. വാഹനയാത്രക്കാരുടെ ജീവന് യാതൊരുവിധ പരിഗണനയും ദേശീയപാത വിഭാഗം നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ 6 വർഷമായി തകർന്നു കിടക്കുന്ന മെറ്റൽ ക്രാഷ് ബാരിയർ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഴങ്ങോട്ടൂർ പഞ്ചായത്തിലെ ചാത്തമറ്റം ഒറ്റക്കണ്ട ഭാഗത്ത് വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. അടുത്ത കാലത്തായി മുള്ളിരിങ്ങാട് വനത്തിൽ നിന്നും കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിക്കൽ പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ പഞ്ചായത്ത് മുൻ അംഗം വടക്കേക്കര VT വിജയൻ, മുടിയിൽ ജോയി, മുടിയിൽ ബേബി, മടത്തിക്കുടിയിൽ കുഞ്ഞപ്പൻ, പടിഞ്ഞാറേക്കര PC ജോർജ് എന്നിവരുടെ കമുക്, വാഴ, ജാതി, കപ്പ എന്നീ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ചാത്തമറ്റം ഒറ്റക്കണ്ടം ഭാഗത്ത് വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. മുള്ളരിങ്ങാട് വനത്തിൽ നിന്നും വീണ്ടും പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ചാത്തമറ്റം ഒറ്റക്കണ്ടം മേഖലയിൽ കാട്ടാനകളെത്തി കൃഷി നശിപ്പിച്ചു. അടുത്ത കാലത്തായി മുള്ളരിങ്ങാട് വനത്തിൽ നിന്നും കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിക്കൽ പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ മുൻ പഞ്ചായത്ത് അംഗം വടക്കേക്കര VT വിജയൻ, മുടിയിൽ ജോയി, മുടിയിൽ ബേബി, മടത്തിക്കുടിയിൽ കുഞ്ഞപ്പൻ, പടിഞ്ഞാറക്കര PC ജോർജ് എന്നിവരുടെ കമുക്, വാഴ, ജാതി, കപ്പ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൃഷികൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ നാടുകടത്തുന്നതിന് വനപാലകർ താമസമുണ്ടാക്കരുതെന്നും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വനം വകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ ബസ് ഉടമയുടെയും മക്കളുടെയും ആക്രമണത്തെ കൊല്ലപ്പെട്ട ബസ് ഡ്രൈവർ സക്കീറിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇടുക്കി ICDCയിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ YWCA വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വുമൺ എംപവർമെന്റ് പ്രോഗ്രാമിൽ വനിതാ സംരംഭകരെ ആദരിച്ചു.
മണക്കാട് മുല്ലയ്ക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മെയ് 12 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൊടുപുഴ മങ്ങാട്ടുകോല വെങ്ങല്ലൂർ 4-വരിപ്പാതയിൽ സാമൂഹ്യ വിരുദ്ധർ വഴിയോര കച്ചവടക്കാരന്റെ പടുത മോഷ്ടിക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.